ലോകം കണ്ട ഏറ്റവും വലിയൊരു കപ്പൽ യാത്ര, സാക്ഷാൽ ദൈവത്തെ പോലും വെല്ലുവിളിച്ച് മുന്നേറിയ ഒരു യാത്ര, പ്രണയവും വിഷാദവും മിശ്രിതമാകുന്ന ഒരു യാത്ര, ഒരു സ്വപ്നത്തിൻ്റെ ശവാടം. ഇതൊരു കഥയല്ല, ഇതൊരു അധ്യായമാണ്. മനുഷ്യത്വത്തിൻ്റെ അഭിമാനവും ദുഃഖവും പകർന്നു നിന്ന ഓർമ്മകളുടെ കടലാണിത്. വർഷം 1912. സ്വന്തം കഴിവുകൾക്ക് അതിരില്ലെന്ന് കരുതി മുന്നേറിയ ഒരു കാലഘട്ടം, തങ്ങളുടെ വിജയം സംഭ്രമിച്ച ആ ഒരു കാലഘട്ടം, തങ്ങളുടെ സാങ്കേതിക ശാസ്ത്രത്തെ നിസ്സാരമായി വിശ്വസിച്ച കാലഘട്ടം. അതിനന്ന് ഒരു പ്രതീകമേ ഉണ്ടായിരുന്നുള്ളൂ: RMS ടൈറ്റാനിക്. ബെൽഫാസ്റ്റസിലെ ഹാർലൻ ആൻഡ് വൂൾഫ് ഷിപ്പ്യാർഡിൽ 1000-ഓളം തൊഴിലാളികൾ 3 വർഷത്തോളം പണി ചെയ്തു ഈ കപ്പൽ നിർമ്മിക്കുവാൻ. നേരിയിടത്തു തന്നെ ടെക്നോളജിയുടെ അതിമഹത്തായ വിജയമായിരുന്നു ഇത്. 882.5 അടി നീളം, 9 ഡെക്കുകൾ, 29 ബോയിലറുകൾ, 4 ഭീമൻ ചിമ്മിനികൾ, 16 ജലപ്രതിരോധ ചേംബറുകൾ. ടൈറ്റാനിക് എന്നത് ഒരു താങ്ങാത്ത സ്വപ്നം പോലെ. അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു കപ്പൽ 1912 ഏപ്രിൽ 10 സതാംപ്ടണിൽ ഒരു തിരക്കേറിയ ഉത്സാഹം നിറഞ്ഞ രാവിലെ. ചിരിച്ച മുഖങ്ങൾ, സ്വപ്നങ്ങൾ നിറഞ്ഞ കണ്ണുകൾ. ഫസ്റ്റ് ക്ലാസ്സിൽ ജോൺ ജേക്കബ്, മോളി ബ്രൗൺ എന്നീ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ ചിലർ. സെക്കൻഡ് ക്ലാസ്സിൽ അധ്യാപകർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ. തേർഡ് ക്ലാസ്സിൽ ജോലി തേടി പുതിയ ജീവിതം തേടി പോകുന്ന കുടിയേറ്റക്കാർ. കടൽ മനോഹരമായിരുന്നു. കപ്പൽ സമാധാനമായ കടലിൽ നീങ്ങുമ്പോൾ അകത്ത് ജീവിതം ഉത്സവമാകുകയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ വലിയ പാർട്ടികൾ നടക്കുന്നുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ സംഗീത പ്രകടനങ്ങൾ. തേർഡ് ക്ലാസ്സിൽ കുടിയേറ്റക്കാരുടെ പാട്ടുകളും കളികളും. പക്ഷേ ആ ആനന്ദത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തിൻ്റെ കറുത്ത ഛായ ആരും കണ്ടില്ല. അങ്ങനെയിരിക്കെ കപ്പൽ യാത്ര പുരോഗമിച്ചു. അടുത്ത ദിവസങ്ങളിൽ മറ്റ് കപ്പലുകൾ ടൈറ്റാനിക്കിനെ മുന്നറിയിപ്പുകൾ അറിയിച്ചു. മുന്നിൽ ഒരു ഐസ്ബർഗ് പത്തിയുണ്ട്. പക്ഷേ ടൈറ്റാനിക് ഏറ്റവും വേഗത്തിൽ, ഏറ്റവും നേരിട്ട് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു. ക്യാപ്റ്റൻ എഡ്വാർഡ് സ്മിത്ത്, 38 വർഷത്തെ അനുഭവം. പക്ഷേ ആ രാത്രിയിൽ നിശബ്ദത മാത്രം അവനെ ചുറ്റി. ഏപ്രിൽ 14 അതിഗംഭീരമായ രാത്രിയുടെ തുടക്കം. രാത്രി 8 മണി, തണുപ്പേറിയ കാറ്റും, നടുവേറില്ലാത്ത കടൽ. അങ്ങനെയിരിക്കെ വാച്ച്മാൻ സ്ക്രൂവിലെ ഫെഡറിക് ഫ്ലീറ്റ് എന്ന യുവാവാണ് ആദ്യം ഐസ്ബർഗ് നേരിട്ട് കണ്ടത്. ഇദ്ദേഹം ബലമായി ബെല്ലടിച്ചു. ഐസ്ബർഗ് ഡയറക്റ്റ് ഹെഡ്. അതെ, ആ പെട്ടെന്നുള്ള പരാമർശം ഒരു നിമിഷം 10,000-ഓളം ജീവനുകൾ മാറ്റി എഴുതിയ നിമിഷം. അന്ന് രാത്രി 11:40 കപ്പലിന്റെ മുൻവശത്ത് ബോധിച്ചവൻ ഒരു വൺ ഐസ്ബർഗ് കാണുന്നു. എമർജൻസി അലാറം മുട്ടുന്നു. സ്റ്റിയറിംഗ് കൂട്ടിമടക്കുവാൻ ശ്രമിച്ചെങ്കിലും വൈകിയിരുന്നു. ഐസ്ബർഗിൻ്റെതായ ഭാഗം കപ്പലിന്റെ വലതുഭാഗം ഇടിച്ച് തെറിച്ചുപോയി. ടൈറ്റാനിക്കിന്റെ ഡിസൈൻ അനുസരിച്ച് 2 അല്ലെങ്കിൽ 3 കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം കയറിയാലും കപ്പൽ തെന്നി മുന്നേറുമായിരുന്നു. പക്ഷേ 5 കമ്പാർട്ട്മെന്റുകൾ ഒരേ സമയം വെള്ളം നിറഞ്ഞപ്പോൾ അത് അതിൻ്റെ മരണശാസനമായി മാറി. വെള്ളം മുഴുവൻ മുന്നോട്ട് പടർന്നു. ഓരോ കമ്പാർട്ട്മെൻറ്റും നിറഞ്ഞപ്പോൾ കപ്പലിൻ്റെ മുൻഭാഗം ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി. പിന്നീട് ഗുരുതരമായ ഒരു ചലനം പിൻഭാഗത്തുണ്ടാകുവാൻ തുടങ്ങി. ഇത് ടൈറ്റാനിക്കിൻ്റെ ഘടനയിൽ അതിരുകളേറിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഏകദേശം അർദ്ധരാത്രി 12:30 ആയപ്പോഴേക്കും യാത്രക്കാർക്ക് ബോധ്യമിട്ടു, കപ്പൽ മുങ്ങുകയാണ്. ലൈഫ് ബോട്ടുകൾ കുറവായിരുന്നു. 20 ബോട്ടുകൾ മാത്രം. 1178 പേരെ മാത്രമേ രക്ഷിക്കാനാവൂ. എന്നാൽ കപ്പലിൽ 2200-ലധികം പേർ ഉണ്ടായിരുന്നു. അതിനാൽ നിരവധി പേരുടെ ഭാവി അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിരൂപമായി തീർന്നു. പുലർച്ചെ 1:30 ആയപ്പോഴേക്കും കപ്പൽ വെട്ടിമാറുന്നത് പോലെ മുന്നോട്ട് താഴ്ന്നു. പിൻഭാഗം ഉയരുവാൻ തുടങ്ങി. ജലനിരപ്പ് ഡെക്ക് തൊട്ടു. മനുഷ്യൻ തറയിൽ വീണു. ചിലർ കപ്പൽ അടിപതിച്ചപ്പോൾ വെള്ളത്തിലേക്ക് പതിച്ചു. 2 മണി ആയപ്പോഴേക്കും കപ്പലിൻ്റെ മുൻവശം മുഴുവനായി മുങ്ങി.
കപ്പലിൻ്റെ പുറംഭാഗങ്ങൾ അതിക്രമമായ സമ്മർദ്ദം നേരിട്ടു. പിന്നീട് അത്രയും വലിയ ഭാരം ഏറ്റെടുക്കുവാനാവാതെ ടൈറ്റാനിക് 2 ഭാഗങ്ങളായി പിളരുന്നു. കാവ്യാത്മകമായി പല രചയിതാക്കളും ഇങ്ങനെയാണ് എഴുതുന്നത്. പല പിതാക്കളും ഭർത്താക്കന്മാരും അവരുടെ കുടുംബത്തിനോട് വിട പറഞ്ഞു. മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ച് നീണ്ട നിരകളിൽ നിൽക്കുന്നു. മോളി ബ്രൗൺ 3rd ക്ലാസ്സുകാരെ സഹായിക്കുവാൻ പോകുന്നു. ജോൺ സറാവട്ടെ ഭാര്യയെ വിടാതെ മരണത്തിൻ്റെ വായിലേക്ക് കടക്കുന്നു. ആകാശത്ത് നിലാവിൻ്റെ ഒളിച്ചുപോകൽ പോലെ കപ്പൽ കടലിലെ കറുപ്പിലേക്ക് താഴുന്നു. ഒരു തീരവുമില്ലാത്ത നിലവിളി, ഒരു അവസാന സംഗീതം. ടൈറ്റാനിക്സ് ബാൻഡ് അവസാന നിമിഷം വരെ സംഗീതം വായിച്ചു. നിയറർ മൈ ഗോൾ ടു ദി. പിളർന്ന ഉടനെ കപ്പലിൻ്റെ മുൻവശം വെള്ളത്തിൽ പതിച്ചു. പിൻഭാഗം കുറച്ച് സമയം മുകളിൽ നിന്നു, പിന്നീട് തകർന്നു വീണു. വലിയ പൊട്ടലുകൾ, അതികടന്ന ശബ്ദങ്ങൾ, യാത്രക്കാരുടെ അന്ത്യവിലാപങ്ങൾ അതൊക്കെയായി സമുദ്രത്തിൻ്റെ ഇരുണ്ട ഹൃദയത്തിൽ. പുലർച്ചെ 2:20 ആയപ്പോഴേക്കും ടൈറ്റാനിക്കിൻ്റെ അവസാനത്തെ കാഴ്ച അതിൻ്റെ പിൻഭാഗം ഉയർന്ന് അവസാനം സമുദ്രത്തിലേക്ക് മുങ്ങുന്നതായിരുന്നു. രക്ഷാക്കപ്പൽ കാർപാത്തിയ എത്തുമ്പോൾ വെറും 705 പേരാണ് ജീവനോടെ. 2224 യാത്രക്കാരിൽ കൂടുതലായവർ മുങ്ങിപ്പോയി. ഒരു അതുല്യമായ ദുഃഖഗാഥ. ടൈറ്റാനിക് ഇന്ന് കിടക്കുന്നത് സമുദ്രത്തിൻ്റെ 12,000 അടിയിലാണ്, കടലിൻ്റെ ശാശ്വതമായ ശ്മശാനത്തിലായി. പക്ഷേ അതിൻ്റെ കഥ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. വിനയം, കരുണ, ഓർമ്മ. ഇതായിരുന്നു ടൈറ്റാനിക്, ഒരു സ്വപ്നത്തിൻ്റെ ശോകാന്ത്യം. കണ്ടു പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കഥ.